കണ്ണൂരിൽ ഉജ്ജ്വലമായ പോരാട്ടമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് BJP-യെയും CPM-നെയും എതിർക്കുന്നതോടൊപ്പം ചെറുപ്പക്കാരുടെ മനസ്സിനകത്തളങ്ങളിലേക്ക് വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും വിഷം കുത്തിവെക്കുന്ന SDPI പോലുള്ള മതവർഗീയ സംഘടനകളെ കൂടി കണ്ണൂരിൽ എതിർത്തു തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കണ്ണൂർ കോർപ്പറേഷനിൽ വികസനത്തിന്റെ പിൻവെളിച്ചം വിതറിയ, വികസനത്തിന്റെ വെള്ളി വെളിച്ചം വിതറിയ, വികസനത്തിന്റെ വിസ്ഫോടനം തീർത്ത, വികസനത്തിന്റെ വിസ്മയം സൃഷ്ടിച്ച കോൺഗ്രസിനെ ഒരിക്കൽ കൂടി അധികാരത്തിലേറ്റാൻ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. സുശക്തമായ സംഘടനാ സംവിധാനം, എണ്ണയിട്ട യന്ത്രം കണക്കെ ചലിക്കുന്ന സംഘടനാ മെഷീനറി, ഇതെല്ലാം ഒരുമിച്ച് ചേരും. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ മികവും മാറ്റും കോൺഗ്രസിനെ ഒരുപടി മുന്നിൽ നിൽക്കുകയാണ്. അസ്വാരസ്യങ്ങളില്ലാതെ, അതൃപ്തികളില്ലാതെ, അപസ്വരങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച കോൺഗ്രസ് കണ്ണൂർ കോർപ്പറേഷനകത്ത് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇത്തവണയും കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം കോൺഗ്രസിന്റെ കൈകളിലായിരിക്കും. കണ്ണൂരിന്റെ പയ്യാമ്പലം, കടപ്പുറവും വളപട്ടണം പൊഴിയും ഒന്നിച്ചു ചേരുന്ന കണ്ണൂരിന്റെ മണ്ണിൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയും മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയും വാനിലുയരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.